സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുമായി സർക്കാർ നടത്തിയ ചർച്ച പരാജയം. സമരം തുടരുമെന്ന് ആശാ വർക്കർമാർ അറിയിച്ചു. NHM ഡയറക്ടറുമായി ബുധനാഴ്ച തന്നെ ഇവർ നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് പുറമെ പെൻഷൻ അനുവദിക്കുക, കുടിശ്ശിക നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ആശാ വർക്കർമാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചില്ല എന്ന് സമരസമിതി പ്രസിഡന്റ് VK സദാനന്ദൻ പറഞ്ഞു. ഏതാണ്ട് 1 മണിക്കൂർ ഇടവേളയ്ക്കാണ് ഒരു ചർച്ച ഉടനെ 12:30 ചർച്ചയ്ക്ക് വരണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ പോയത്. ചർച്ചയിൽ വീണ്ടും ഒന്നുകൂടി നേരത്തെ ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഡിമാൻഡ് നോട്ടീസ്, സമര നോട്ടീസ് ഒന്നുകൂടി ഞങ്ങൾ ആവർത്തിച്ച് അവിടെ അവതരിപ്പിച്ചു. അതിനെ തുടർന്ന് അതിലെ അപ്രധാനങ്ങളായ, അതായത് മെയിൻ ഡിമാൻഡ് അല്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻസാണ് ആദ്യം നടത്തിയത്. പ്രത്യേകിച്ചും ഇന്നലെ മെനഞ്ഞാന്ന് അവർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു ഉത്തരവിൽ ഈ ഓണറേറിയത്തിൻ്റെ ഉപാധിയുടെ പ്രശ്നം വീണ്ടും ഉന്നയിക്കുകയും ആ ഉത്തരവിലുള്ള ഒരു വഞ്ചനാത്മക സ്വഭാവം ഞങ്ങൾ തുറന്നു കാട്ടുകയും ചെയ്തു. ഉപാധിരഹിത ഓണറേറിയം എന്ന് അതിൽ പറയുകയും അതേസമയം തന്നെ ഇൻസെന്റീവിലൂടെ ഉപാധി കൊണ്ടുവരികയും ചെയ്തു. ആ കാര്യം ഞങ്ങൾ സൂചിപ്പിച്ചു. അത് കുറച്ച് ചർച്ച ചെയ്തു. അവരുടെ ന്യായീകരണങ്ങൾ അവർ നിർത്തി. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അതിലൊരു മാറ്റവുമില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അത് തികച്ചും വഞ്ചനാപരമായ ഒരു ഉത്തരവാണ് ഇറക്കിയിട്ടുള്ളത്. ഉപാധിരഹിത ഓണറേറിയം എന്നുള്ളത് ഒരു ഭാഗത്ത് മുകളിൽ പറയുകയും താഴെ 1000 രൂപ ഇൻസെൻറ്റീവ് കിട്ടുന്ന ആളുകൾക്ക് 3500 രൂപയെ ഓണറേറിയം ലഭിക്കുകയുള്ളൂ എന്ന് കാറ്റഗറികളായിട്ട് അതിൽ പറയുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടൊരു വഞ്ചനാത്മക ഉത്തരവാണത് എന്ന് ഞങ്ങൾ അവിടെ സമർത്ഥിക്കുകയുണ്ടായി. പ്രധാന കാര്യങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീണ്ടും ചർച്ചയിലേക്ക് കടന്നു. പ്രധാന ഡിമാൻഡുകളായ 21,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും അതേപോലെ പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ നൽകണമെന്നതും പെൻഷൻ സ്കീം ഏർപ്പെടുത്തണമെന്നതുമായ 3 കാര്യങ്ങൾ. ഈ കാര്യത്തിലേക്ക് ചർച്ചയിൽ പങ്കെടുത്ത അവരുടെ ഭാഗത്തുനിന്നുള്ള, തൊഴിലുടമയുടെ ഭാഗത്തുനിന്നുള്ള, NHMൻ്റെ ഭാഗത്തുനിന്നുള്ള ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അത് വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം ചർച്ച നടത്തിയ മന്ത്രിയുമായി നടത്തിയിരിക്കുന്ന ചർച്ചയിൽ തന്നെ മന്ത്രി പറഞ്ഞ കാര്യം തന്നെ വീണ്ടും അവർ ആവർത്തിച്ചു. അത് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ധനകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഞങ്ങൾക്കിപ്പോഴൊന്നും പറയാനില്ല എന്ന കാര്യമാണ് വീണ്ടും ആവർത്തിച്ചത്. ആശമാർ ഉന്നയിച്ച ഒരാവശ്യവും ചർച്ച ചെയ്യാനോ തീരുമാനത്തിലേക്ക് പോകാനോ കഴിഞ്ഞിട്ടില്ല എന്ന് NHM പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ആശാ വർക്കർ സമരസമിതി നേതാവ് മിനി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സമരം അവസാനിപ്പിക്കണമെന്ന് ഡയറക്ടർ അടക്കം നിരവധി തവണ ആവശ്യപ്പെട്ടു. അവർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ സമരം തൽക്കാലം അവസാനിപ്പിക്കണം. സ്റ്റേറ്റിൻ്റെ ചുമതലയുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം അവസാനിപ്പിച്ച് ഇപ്പോൾ കിട്ടിയതൊക്കെ, അതായത് ഈ ഓണറേറിയത്തിൻ്റെ നിബന്ധനയൊക്കെ എടുത്തു കളഞ്ഞല്ലോ വളരെ പോസിറ്റീവായിട്ട്, അപ്പോൾ ഇപ്പോൾ കിട്ടിയതും കൊണ്ട് നിങ്ങൾ പോയിട്ട് പിന്നീട് തൃപ്തിയല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വരാമല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ വന്നു, 38 ദിവസമായി ഈ ലോകം മുഴുവൻ ഞങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നാളെ മുതൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരം അതിശക്തമായി തന്നെ ഞങ്ങൾ തുടരുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് പോന്നിരിക്കുന്നത്. തീർച്ചയായും മന്ത്രിതല ചർച്ച നടക്കുന്നെങ്കിൽ അത് നടക്കട്ടെ. അതിനുള്ള ഒരു റിക്വസ്റ്റ് അവരുടെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ പോകാമെന്ന് അറിയിച്ചിട്ടുണ്ട്.